സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയിൽ അവനാണ് കൊണ്ടുപോയത്. എന്തല്ല, ഞാൻ പോയി എന്ന് തങ്ങൾ പറയല്ല. അപ്പൊ എങ്ങനെ പോയത്? നിങ്ങൾ പറയാ, എൻ്റെ 1 വയസ്സുള്ള കുട്ടീനെ പിടിച്ച് ഞാൻ ഹിമാലയം ഒരു 4 കിലോമീറ്ററിൻ്റെ കയറി. എങ്ങനെയാ ഇപ്പോൾ ഒരു കുട്ടി കയറുക എന്ന് ചോദിക്കോ? അത് നിങ്ങൾ എടുത്തുകൊണ്ടേതല്ലേ. പിന്നെ ചോദ്യം ഉണ്ടോ? നിങ്ങൾക്ക് കയറാൻ പറ്റുമെന്നാ നോക്കുക. നിങ്ങൾക്ക് ഊരക്കും മുട്ടിനൊന്നും കുഴപ്പമില്ലാത്ത ആളാണ് നിങ്ങൾ. കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും, സത്യസന്ധനാണെങ്കിൽ. നിങ്ങളെ കുട്ടീനെടുത്ത് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ കുട്ടിയല്ലല്ലോ കയറിയത്. ആരാ കയറിയത്? നിങ്ങളല്ലേ. അള്ളാഹ് കൊണ്ടുപോയി എന്ന് പറയാം. പിന്നെന്ത് ചോദ്യം അവിടെ? അതെന്ത് ചോദ്യം അല്ലേ? എങ്ങനെ പോയി എന്ന് ചോദിക്കാം. അള്ളാഹ് കൊണ്ടുപോയി. ആദ്യം പറഞ്ഞു സുബ്ഹാന. സുബ്ഹാന പറഞ്ഞാൽ, സുബ്ഹാന എന്നത് ആരെക്കുറിച്ചാണോ പറഞ്ഞത് ആ റബ്ബിന്റെ അളവുകോല് വെച്ചിട്ട് വേണം അതിന്റെ ശേഷം പറയുന്ന വിഷയം മനസ്സിലാക്കാൻ. ആരുടെ അളവുകോലല്ല, അബ്ദിന്റെ അളവുകോലല്ല, അള്ളാഹുവിന്റെ അളവുകോൽ. അപ്പൊ പിന്നെ വിഷയം തീർന്നു. എങ്ങനെ പോയി? പിന്നെ അള്ളാഹ് കൊണ്ടുപോയി. അതിനൊക്കെ കഴിവുള്ളവനാണ് അള്ളാഹ്. അതുകൊണ്ടാണ് സുബ്ഹാന എന്ന് പറഞ്ഞു തുടങ്ങിയത്. അള്ളാഹ് കൊണ്ടുപോയി. നബി തങ്ങൾ പറഞ്ഞതല്ല, ഞാൻ പോയി എന്നല്ല പറയുന്നത്, എന്നെ അള്ളാഹു കൊണ്ടുപോയി. അസ്റ എന്തല്ല, സറ എന്നല്ല. നബുസിരി തങ്ങൾ പറഞ്ഞു, അങ്ങ് പോയല്ലോ, അള്ളാഹ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പോയി, അപ്പൊ കുഴപ്പമില്ല. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, كما سر البدر في داج من الظلم. രാത്രിയിൽ കിഴക്ക് നിന്ന് അല്ലെങ്കിൽ ചന്ദ്രോദയം നടക്കുന്ന ഇടത്ത് നിന്ന് അതിൻ്റെ അസ്തമയ സ്ഥാനത്തേക്ക് രാത്രി സമയം കൊണ്ട് ചന്ദ്രൻ യാത്ര ചെയ്തു തീർക്കുന്ന പോലെ നബിയേ ഒരു ഹറമിൽ നിന്ന് അഖ്സാ പള്ളി എന്ന മറ്റൊരു ഹറമിലേക്ക് അങ്ങ് യാത്ര ചെയ്തല്ലോ നബിയേ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി വഖദ്ദമത്ക ജമീഉൽ അംബിയാഇ ബിഹാ والرسل تقديم مخدوم على خدم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇത് ഹബീബിനെ ഓർക്കുന്ന നേരമാണ്. ഹബീബിൻ്റെ സ്ഥാനമാനങ്ങളെ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട ആയത്താണിത്. അള്ളാഹു കൊണ്ടുപോയി അവിടുത്തെ ഹബീബിനെ ലൈലൻ രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട്. എവിടെ നിന്ന്? മിനൽ മസ്ജിദിൽ ഹറാം. ഹറാം എന്ന ഇവിടെ അതിനർത്ഥം പരിശുദ്ധമായത് എന്നാണ്. ഹറാം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധമായത്, കള്ള് ഹറാം അങ്ങനെ പറയാം, അത് നിഷിദ്ധം. എന്നാൽ അൽ മസ്ജിദുൽ ഹറാം എന്നാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് ആ വചനത്തിന് അവിടെ അർത്ഥം. പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിയിൽ നിന്ന്, കഅബാലയത്തിന്റെ അരികത്ത് നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സാ, മക്കയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ള ഒരു പള്ളിയിലേക്ക്. ഖസ്വി അഖ്സാ, ദൂരെയുള്ളതിനെ ഖസ്വി എന്ന് പറയും, ഏറ്റവും ദൂരമുള്ളതിന് അൽ അഖ്സാ എന്ന് പറയും. അപ്പോൾ അൽ അഖ്സാ പള്ളിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മക്കയോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു പള്ളി അവിടെ വരാനുണ്ട്. അതും കഴിഞ്ഞ് ദൂരെയുള്ള പള്ളിയിലേക്കാണ് കൊണ്ടുപോയത്. ആ പള്ളിയാണ് അൽ മസ്ജിദുൻ നബവി, പുണ്യനബി കിടക്കുന്ന മസ്ജിദുൻ നബവി. അവിടെ വരാനുണ്ട് എന്ന സൂചന അൽ അഖ്സ എന്ന പ്രയോഗത്തിലുണ്ട്. കാരണം ഖുർആൻ ഇത് പറയുന്നതിന് മുമ്പ് അഖ്സാ പള്ളിക്ക് അഖ്സ എന്ന് പേരില്ല, ഖുദ്സിനെ പറയുള്ളൂ. ഈലിയ എന്നാണ് ജെറൂസലേമിന്റെ പഴയ പേര്, ഈലിയ. മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹ് അതൊക്കെ ചെയ്യാൻ പറ്റും. എന്തിന്? ലിനുരിയഹു, ഹബീബിനെ ഞാൻ കാണിച്ചു കൊടുക്കാൻ.
ഹബീബ് അങ്ങനെ കണ്ടതല്ല, കാണാത്തതിനെ കാണിച്ചു കൊടുക്കാൻ കഴിയുന്നവനാണ് അല്ലാഹു. കൂട്ടത്തിൽ പറയാം, നമ്മൾ മലപ്പുറക്കാരെ നമ്മുടെ ഭാഷയിൽ അള്ളാഹിനെ പറ്റി പറയുമ്പോൾ ഓനിപ്പോൾ ഇതൊക്കെ വല്ല പണിയുണ്ടോ? നിങ്ങൾ ആരെ കുറിച്ചായി പറയണത് ഈ ഓൻ എന്നൊക്കെ പറയുമ്പോൾ? നിങ്ങളെ പണിക്കാരനെ കുറിച്ചോ? ആരാണ് അള്ളാഹു? റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയോ? ഇല്ലല്ലോ. തങ്ങളെക്കാളും മീതയല്ലേ അള്ളാഹു? അള്ളാഹിനെ കുറിച്ച് അവൻ എന്ന് പറയേണ്ടി വന്നത് നമ്മുടെ ഭാഷയിൽ വേറെ വാക്കുപയോഗിക്കാനില്ലാത്തത് കൊണ്ടാണ്. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറെണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. പിന്നെ അത് എന്നും പറയാൻ വയ്യ, അത് ജീവനില്ലാത്തതിനും പറയുന്ന സാധന. കല്ല് അത് എന്ന് പറയും അല്ലേ? അള്ളാഹു ഹയ്യാൻ, ജീവിച്ചിരിപ്പുള്ളവനാണ്. ഖയ്യൂമാണ്, ജീവൻ നിലനിർത്തി തരുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് വേറെ വാക്ക് പറയാനില്ല. അതുകൊണ്ട് അങ്ങ്, അവിടുന്ന് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ അള്ളാഹിനെ പറ്റി അങ്ങനെ പറയാവൂ. അല്ല ഓന് ഇജ്ജെന്ന് വിചാരിച്ച പോലെ ചെയ്തോട് പഠിച്ചോനെ. നിങ്ങൾ ആരോടായി പറയണത്? ആരെയാണ് ഈ വിളിക്കണത്? നമ്മള് ആ വാക്ക് എത്ര ഗൗരവമാണെന്നറിയോ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അതൊക്കെ. ഓനിതൊക്കെ ഒരു വലിയ പണിയുള്ള കാര്യമാണല്ലോ. ആരെ പേരക്കുട്ടിനെ പറ്റി പറയാന്ന വിചാരം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ എത്ര ബഹുമാനത്തിൽ പറയണം അതൊക്കെ. ഹബീബിനെ ബഹുമാനിക്കണം, അതിന്റെ മീത ബഹുമാനിക്കണം. ആരെ? ഖാലിഖായ അള്ളാഹുവിനെ. അള്ളാഹുവല്ലേ തങ്ങളെ പറഞ്ഞയച്ചത്. ആദ്യത്തെ കടപ്പാട് അള്ളാഹുവിനോടാണ്, രണ്ടാമത്തേത് ഹബീബായ തങ്ങളോടാണ്, പിന്നെ നമ്മുടെ ഉമ്മയോടാണ്, വാപ്പയോടാണ്, പിന്നെ നമ്മുടെ സുമ്മൽ അഖ്റബു ഫൽ അഖ്റബ്. അള്ളാഹുവിനെ ശരിക്ക് ബഹുമാനിച്ചിട്ടേ പറയാവൂ. അല്ലാഹു ജല്ല ജലാലു. നമ്മുടെ മനസ്സിനുള്ളിലുള്ള ബഹുമാനം എത്രയാണെന്നറിയുന്നവനാണ് അല്ലാഹു. അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അല്ലാഹു. കണ്ണുകൊണ്ട് ഇവിടെ കാണിച്ചു തരൂല. എന്തേ? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് പുക ഇങ്ങനെ പോകുമ്പോൾ പട്ടാപ്പകല് കാണുമ്പോൾ ആ പുക കണ്ടാൽ തിരിയൂല അതിൻ്റെ ഉള്ളിൽ തീ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയൂ, ഓ വേങ്ങരങ്ങാടി തീ പിടിച്ചിട്ടുണ്ടായിട്ടുണ്ടോ? തീ പിടിച്ചിട്ടുണ്ട്. കക്കാട് തീ പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെമ്മാട്ടങ്ങാടി തീ പിടിച്ച്. നിങ്ങൾ തീ കാണുന്നുണ്ടോ? നിങ്ങൾ ദൂരെയാ. പക്ഷെ ഒരു കറുത്ത പുക പൊന്തുന്നുണ്ട്. അപ്പൊ മനസ്സിലായി അവിടെ തീയുണ്ട്. തീ കണ്ടിട്ടാണോ പറഞ്ഞത് തീയുണ്ട് എന്ന്? ആണോ? തീ കാണേണ്ട ആവശ്യമില്ല. അതിൻ്റെ മദ്ലൂല് കണ്ടാൽ അതിൻ്റെ കാരണം മനസ്സിലാവും. ഈ ലോകവും ഞാനും നിങ്ങളും ഈ മണൽത്തരി അടക്കം എല്ലാം സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്ന് കാണിച്ചു തരേണ്ട കാര്യമില്ല. സൃഷ്ടിപ്പ് കണ്ടാൽ സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള തലച്ചോറ് തന്നിട്ടാ അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് അല്ലേ? ലിനുരിയഹു, എൻ്റെ ഹബീബിന് കാണിച്ചു കൊടുക്കാൻ അല്ലാഹു ജല്ല ജലാലു കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹ് കാണിച്ചു കൊടുക്കുക. മൂസ നബി റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ നിന്റെ സംസാരം ഞാൻ കേൾക്കുന്നു റബ്ബേ, നീ എന്നോട് സംസാരിച്ചു. യാ മൂസ എന്ന് നീ എന്നെ വിളിച്ചു റബ്ബേ. വമാ തിൽക ബിയമീനിക യാ മൂസ, വാട്ട്സ് ഇൻ യുവർ റൈറ്റ് ഹാൻഡ്സ് ഓ മോസസ്. മൂസ നബിയെ നിങ്ങളുടെ വലത്തെ കയ്യിൽ ഉള്ള ആ സാധനം എന്താണ്? ഇറ്റ് ഈസ് മൈ സ്റ്റാഫ്. ഇതെന്റെ വടിയാണ്, ഇതെന്റെ വടിയാണ്. ഹി അസായ അതവക്കഉ അലൈഹാ വഅഹുശു ബിഹാ അലാ ഗനമി വലിയ ഫീഹാ മആരിബു ഉഖറ. ഞാൻ അതിൽ ചാഞ്ഞിരിക്കും. ചിലപ്പോൾ ക്ഷീണം വരുമ്പോൾ ഇങ്ങനെ കുത്തിച്ചാരി പിടിക്കും. എൻ്റെ ആടുകൾക്ക് ഞാൻ ഇല പൊഴിച്ചു കൊടുക്കും. വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട് റബ്ബേ. അള്ളാഹ് ചോദിച്ചത് ആകെ ഒറ്റ ചോദ്യമാണ്, എന്താ കൈ? അത് വടിയാന്ന് മാത്രം പറഞ്ഞാൽ മതി. മൂസ നബി കിട്ടിയ ചാൻസിലയുടെ കാര്യം പറഞ്ഞു, നിന്റെ വടിയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അള്ളാഹ് ചോദിച്ചിട്ടില്ല. മൂസ നബിയോട് പറഞ്ഞു, ഞാൻ ചാരി പിടിച്ചു നിൽക്കും, ഞാൻ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കും, എനിക്ക് വേറെ ഉപകാരങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹുവിനറിയാമത് ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോവാണ്. അങ്ങനെയല്ലേ? ചില ആളുകൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ വിളിച്ചാൽ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ പറഞ്ഞ കുറേ നേരം വൈകി പോയല്ലേ, ഫോൺ കണക്റ്റ് ആയപ്പോൾ പറഞ്ഞു പോയതാന്ന് പറയല്ലേ. ഇഷ്ടം കൊണ്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് സംസാരിച്ചു. അപ്പൊ മൂസ നബി ചോദിച്ചു അള്ളാഹുവിനോട്, റബ്ബി, എൻ്റെ റബ്ബേ, അരിനി അരിനി അൻദുർ ഇലൈക്. അതൊരു അദബുള്ള പ്രയോഗമാണ്. അരിനി, നീ എനിക്ക് നിന്നെ കാണിച്ചു തരുമോ? എങ്ങനെ? ഞാനത് കാണട്ടെ എന്നല്ല ചോദിക്കേണ്ടത്, നീയായിട്ട് നീ കാണിച്ചു തന്നെങ്കിലേ നിന്റെ ഖൽഖായ എനിക്ക് ഈ സീനായുടെ താഴ്വരയിൽ വെച്ച് നിന്നെ കാണാൻ കഴിയൂ. അല്ലാതെ എനിക്ക് കാണാൻ പറ്റൂല എന്ന് എനിക്കറിയാം. മൂസ നബി റസൂലല്ലേ?
പക്ഷെ നീ കാണിച്ചു തന്നാൽ എനിക്ക് കാണാലോ. അതുകൊണ്ട് അരിനി, നീ എനിക്ക് നിന്നെ കാണിച്ചു തരുമോ? അങ്ങനെ ചോദിച്ചത്. ഞാൻ കാണട്ടെ എന്നല്ല, നീ അല്ലാഹുവേ ജല്ല ജലാലുവേ, അങ്ങയെ എനിക്ക് കാണിച്ചു തരുമോ? എനിക്കൊന്ന് നോക്കാനാണ്. അൻദുർ ഇലൈക് പറഞ്ഞു. ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയൂല. എന്തല്ല, എന്നെ കാണപ്പെടൂല, എന്നെ ആർക്കും കാണാൻ കഴിയില്ല എന്നല്ല മറുപടി. ലൻ ഉറ എന്നായിരിക്കും അങ്ങനെ പറയാ. ഐ വിൽ നോട്ട് ബി സീൻ, എന്നെ കാണാൻ കഴിയൂല എന്നല്ല, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല. അങ്ങനെ എവിടെ വെച്ച് കാണും? നാളെ ആഖിറത്തിൽ വെച്ച് കാണും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആ റബ്ബിനെ കാണാതെയാണ് 5 നേരം നമ്മൾ നിസ്കരിക്കുന്നത്. റജബ് 27 വരുന്നു, നോമ്പെടുക്കുന്നു. റമദാൻ വരുന്നു, നോമ്പെടുക്കുന്നു. സകാത്ത് കൊടുക്കുന്നു. ഹജ്ജും ഉംറയും ഖുർആനും ദിക്റും തഹജ്ജുദും ഒക്കെ നിസ്കരിക്കണം. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ആ റബ്ബിനെ നമുക്ക് നാളെ ഒന്ന് നേരിട്ട് കാണണം ഇൻഷാ അല്ലാഹ്. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ, ജന്നത്തു അദ്നിൻ യദ്ഖുലൂനഹ, അള്ളാഹുവിന്റെ ജന്നത്തു അദ്നിലേക്കൊന്ന് കടക്കണം, ജന്നത്തുൽ ഫിർദൗസിലേക്ക് കടക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് എന്താ, ഡോക്ടർ ആവണം, പോലീസ് ആവണം, പട്ടാളാവണം, ദുനിയാവിൽ അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് എത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലിനുരിയഹു മിൻ ആയാതിനാ, എന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഇതുവരെ നബിതങ്ങൾ കണ്ടിട്ടില്ലാത്ത ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ റസൂലിനെ ഞാൻ രാത്രിയിലെ റജബ് 27 രാവിൽ ഞാൻ എൻ്റെ റസൂലിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. എന്താ കേൾക്കുന്നത്? യാ റബ്ബൽ മുസ്തദ്അഫീൻ, പാവപ്പെട്ടവരുടെ രക്ഷിതാവേ എന്ന് ഖർനു സആലിബിൽ വെച്ച് നബിയെ ആ പാറക്കൂട്ടങ്ങളിൽ കയറി നിന്ന് നിങ്ങൾ വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. യാ അല്ലാഹ്, അൽ ബസീർ, അങ്ങയെ എന്താണ് ത്വായിഫുകാർ ചെയ്തതെന്നും അങ്ങയുടെ കാലിൽ നിന്ന് ചോര വന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നബിയേ. അതിനാശ്വാസമായി ഖദീജ ബീവിയും അബൂ താലിബും ലോകത്തോട് വിട പറഞ്ഞപ്പോ, ദുന്യാവിൽ ഒരു തണി അങ്ങേക്ക് നഷ്ടമായപ്പോ, അല്ലാഹു അല്ലാതെ മറ്റൊരു തണിയില്ല, മറ്റൊരു ഉടമസ്ഥനില്ല, മറ്റൊരു ആശ്രയമില്ല എന്ന് അള്ളാന്റെ ഹബീബിനെ ഊട്ടിയുറപ്പിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു യാത്രയിലൂടെ എൻ്റെ അടുത്തേക്ക് ഇങ്ങ് പോരിൻ നബിയേ, ഞാൻ കൊണ്ടുപോകാം, നമുക്കൊരു യാത്ര പോകാം. അങ്ങനെയാണ് യാത്ര. പലപ്പോഴും ആശ്വാസമാണ് യാത്ര, ഒരു റാഹത്തുള്ള സംഗതിയാണ്. പക്ഷെ യാത്ര കഴിഞ്ഞാൽ വിശ്രമമാണ്. അപ്പോൾ എനിക്കൊക്കെ യാത്ര ഭയങ്കര പ്രയാസമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആലോചിക്കും, ഇപ്പോൾ ഇന്ന് പോയി നാളെ രാവിലെ ദുബൈയിലെത്തിയാൽ കുറച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ വീണ്ടും സ്കൂളിൽ പോയി, വെള്ളിയാഴ്ച ജുമ വരെ സ്കൂളെടുത്ത് ജുമയ്ക്ക് ശേഷം ഫ്ലൈറ്റിന് ഇങ്ങോട്ട് പോകുന്നു, വെള്ളിയും ശനിയും വേദ പറഞ്ഞ് ഞായറാഴ്ച രാവിലെ എത്തി, വീണ്ടും പ്രോഗ്രാം, വീണ്ടും സ്കൂള്. അങ്ങനെ ആലോചിക്കുമ്പം നിങ്ങളൊക്കെ ദുആ കൊണ്ടൊക്കെ ഒത്തുപോകുന്നു. ചിലപ്പോൾ വിചാരിക്കും നിർത്തിയാലോ, പറ്റുന്നില്ലല്ലോ, ആവുന്നില്ലല്ലോ, ആരോഗ്യമൊന്നും പറ്റുന്നില്ല എന്നൊക്കെ തോന്നി തുടങ്ങാറുണ്ട്. അപ്പോൾ മൈക്കിലൊക്കെ നമ്മുടെ സംഘാടകരോട് പറയല, 25 കൊല്ലമായിട്ടുണ്ടാവും അത് പറയാൻ തുടങ്ങിയിട്ട്, 30 കൊല്ലത്തിന് മീതായിട്ടുണ്ടാവും. അപ്പോൾ അന്നൊക്കെ ഏത് പൊട്ടം മൈക്ക് വെച്ചിട്ട് നമ്മൾ വേദ പറഞ്ഞിരുന്നു. ഇപ്പോൾ കർശനമായിട്ട് പറയല, നിങ്ങൾക്ക് ഇന്ന സൗകര്യങ്ങളുള്ള മൈക്ക് തന്നെ വേണം, അത് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ വരാം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല, നമുക്ക് ഈ സൗണ്ട് തന്നെയാണ് നാളെ ചെന്നാലും പരിപാടി. മുമ്പൊന്നും അങ്ങനെ പറയാറില്ല. എന്തേ, പോവുമായിരുന്നു, ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വയ്യാതാവുന്നുണ്ട്, അപ്പോൾ കുറച്ച് നിയന്ത്രണം, കുറച്ച് ചുരുക്കണം, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ നാട്ടിലേക്ക് വരിക, തിരിച്ചു ഒന്നും കാണാനൊന്നുമില്ലല്ലോ, ഇങ്ങനെ കയറി കുത്തിർന്ന് ഉറങ്ങാൻ തന്നെ, അല്ല എന്ത് ചെയ്യാനാ. അങ്ങനെ നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടിട്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും ഷുഗറും പ്രഷറൊക്കെ എല്ലാ തരത്തിലുമുള്ള അസുഖങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാത്ര ഇടയ്ക്കൊക്കെ പോയി വരികയാണെങ്കിൽ ഭയങ്കര രസമല്ല പരിപാടിയാണ്. നമ്മളിപ്പോൾ എല്ലാ ആഴ്ചയും ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പ്രയാസം. എനിക്ക് തോന്നുന്നു എൻ്റെ മോള് പ്രസവിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ്. മോൾക്കിപ്പോൾ 11 വയസ്സായി. 11 കൊല്ലം എല്ലാ ആഴ്ചയിലും ഞാൻ UAE പുറത്താണ്. അപ്പോൾ ആലോചിക്കുമ്പോൾ എത്ര കാലങ്ങൾ, അതിനിടയ്ക്ക് ചിലപ്പോൾ സൗദി പോകേണ്ടി വരും, കുവൈത്ത് പോകേണ്ടി വരും, ബഹ്റൈനിൽ പോകുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരു 1-2 ഫ്ലൈറ്റ് യാത്ര നിർബന്ധമായും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു 12-11 വർഷം കൊണ്ട്. അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ് അതൊക്കെ. നിങ്ങളുടെ ദുആ കൊണ്ട് കുറേ ഉമ്മമാർ എനിക്ക് വേണ്ടി ദ്വാരക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, കുറേ ഉപ്പമാരും.
രാത്രിയൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോഴോ വീട്ടിലോ ഒരു വേള് കേട്ടിട്ട് കിടന്നുറങ്ങുമ്പോൾ ദ്വാരക്കാരുണ്ട് കേട്ടോ എന്നൊരുപാട് ആളുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ അതിനർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും സയ്യിദന്മാർക്കും ഒക്കെ നിങ്ങൾ ദ്വാരക്കണം. മഹാനായ ജിഫ്രി തങ്ങൾ അവറുകൾ ഹാർട്ട് ഓപ്പറേഷൻ ഓപ്പൺ സർജറി കഴിഞ്ഞ മഹാനാണ് തങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അപ്പോൾ തങ്ങളിവിടെ ഇന്നലെ വന്നു പോയി എന്ന് പറഞ്ഞു. യാ റബ്ബി, ഞാൻ യാത്ര ചെയ്തിട്ട് കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നിന്ന് ഉള്ളോട്ട് കുറച്ച് ദൂരം പോകണം. ആ റോഡ് വളഞ്ഞു പോകുന്നത്. ഞാൻ ചോദിച്ചു, തങ്ങൾ വാപ്പ ഈ റൂട്ടൊക്കെ യാത്ര ചെയ്തിട്ട് വന്നോ? ആ തങ്ങൾ കൃത്യസമയത്ത് രാവിലെ എത്തി ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തങ്ങൾ പോയി എന്ന്. ഞാൻ ആലോചിക്കുക, പടച്ചോനെ ഈ പ്രായമുള്ള സമയത്തും തങ്ങളും യാത്ര ചെയ്യാണ്, ട്രെയിനിലും ബസ്സിലും. അതിൽ ഈ ഫേസ്ബുക്ക് കുത്തിർന്ന് എഴുതണ ചങ്ങായിക്ക് വല്ലതും അറിയോ? ഇവരൊക്കെ എങ്ങനെയാണ് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇങ്ങനെ ഇവരൊക്കെ കുത്തി പറയാൻ നടക്കുക. പണക്കാട് സയ്യിദന്മാർ, അവർക്ക് ഉറങ്ങാൻ നേരം കിട്ടുന്നുണ്ടോ? വീട്ടുകാർക്ക് കുട്ടികൾക്ക് പേരക്കുട്ടികളെ കാണാൻ നേരം കിട്ടുന്നുണ്ടോ? അവർ ഓടുകയാണ്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കിട്ടുമ്പോൾ കണ്ട് എഴുതിയിട്ട് ഇങ്ങോട്ട് പൊലിപ്പിച്ചിട്ട് പടയാണ്. പല സംഘടനയും പേര് പട എന്നാണ്. ഈ പടകൾ എഴുതിണ്ടാക്കി പടച്ചുവിടുന്ന ഫിത്തനകൾ എത്രയാണ്? അവർക്കറിയോ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി അവരൊക്കെ ചെയ്യുന്ന സേവനം എത്രയാണ്? നമ്മുടെ ഉസ്താദുമാർ, പ്രായമുള്ള ആളുകൾ, മഹാനായ അലിക്കുട്ടി ഉസ്താദ് അവരുകളൊക്കെ ട്രെയിനിലൊക്കെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് ഇങ്ങനെ കടന്നുറങ്ങി പോണത് കാണുമ്പോൾ റബ്ബേ പടച്ചവനെ നമുക്ക് അഭിമാനം തോന്നും. ഒരു വശത്ത് സഹതാപം തോന്നും. റബ്ബേ, ഈ ആലിമീങ്ങൾക്ക് വിശ്രമിക്കാൻ പോലും നമ്മൾ നേരം കൊടുക്കണില്ലല്ലോ. ഈ പ്രായാധിക്യത്തിൽ മക്കളെയും പേരക്കുട്ടികളൊക്കെ ഒന്ന് കണ്ടിരുന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ദിവസമോ ഒരു ചെറിയ ഒരു അധ്വാനമോ അതിനപ്പുറം ഇങ്ങനെ ദീർഘമായ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പടച്ചവൻ സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. യാത്ര പോവണം എന്ന് വിശുദ്ധ ഖുർആൻ പറയാ. സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യണം. ഫൻദുറൂ മാദാ ഖലഖല്ലാഹ്, അള്ളാഹു സൃഷ്ടിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പോയി കാണണം. സിയാറത്തിന് വേണ്ടി യാത്ര ചെയ്യണം. ഇൽമു പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന യാത്രയാണ്. പുണ്യ ഹബീബിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കൊണ്ടുപോയ യാത്രയാണ് ഇസ്റാ മിഅ്റാജ്. ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഹതീം എന്ന് പറയുന്ന ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്ത് പുണ്യനബി തങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണ് രാത്രിയിൽ പാതിരാ കഴിഞ്ഞ നേരത്ത് വീടിന്റെ മേൽ കൂര എടുത്തുകൊണ്ടുപോകുന്ന പോലെ ഹബീബിന് തോന്നുന്നു. പുണ്യനബിയെ വിളിച്ചുണർത്തുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. കൈപിടിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്തിരുത്തുന്നു. ഹബീബിനോട് കിടക്കാൻ പറയുന്നു. പുണ്യനബിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന് അറിയാം ആ കരങ്ങളിൽ സുരക്ഷിതമാണെന്നും നബി തങ്ങൾക്കറിയാം. ഹബീബിന്റെ നെഞ്ച് പിളർത്തുകയാണ്, ചോരയില്ലാതെ, അടയാളമില്ലാതെ. ഇന്ന് ലേസർ കട്ടിങ്, ഇപ്പോൾ നമ്മൾ ക്യാൻസർ രോഗികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ട്രീറ്റ്മെന്റും കീമോ ഇതൊക്കെ ഒരു തരത്തിൽ മേലെ നമ്മൾക്കൊന്നും അതിൻ്റെ അടയാളം കാണാൻ കഴിയില്ല, ഉള്ളിൽ അത് കരിഞ്ഞിട്ടുണ്ടാവും. ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ നമുക്ക് സുലഭമാണ്. അമ്പിയാക്കന്മാർക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെയ്തു കൊടുക്കുന്ന ട്രീറ്റ്മെന്റാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരു ചോരയുടെ അഥറും ഒരു തൊലിയുടെ ഒരു തുന്നലിന്റെ അടയാളവും ഒന്നുമില്ലാതെ ആ പരിശുദ്ധമായ ഹൃദയമാണ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകേണ്ടത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഒരു ഹൃദയവുമായി വന്നവരല്ലാതെ നാളെ രക്ഷപ്പെടുകയില്ല. പുണ്യ ഹബീബിന്റെ ഹൃദയം എത്ര സ്ഫുടമാണ്, എത്ര മനോഹരമാണ്. ഒരു ദുഷിച്ചതൊന്നുമില്ലാത്ത ആ കൽബ് പോലും കഴുകി ശുദ്ധിയാക്കി ഈമാനും ഹിക്മത്തും നിറച്ചുകൊടുത്ത് തൽസ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ഹബീബിനെ അള്ളാഹു കൊണ്ടുപോകുന്നത് ബുറാഖ് എന്ന വാഹനത്തിൽ. അത് സ്വർഗീയ വാഹനമാണ്. അത് സ്വർഗീയ കുതിരയെ പോലെ തോന്നിപ്പിക്കുന്ന വാഹനമാണ്. അത് അമ്പിയാക്കന്മാർ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്, പല നബിയും. എന്നാൽ ഹബീബിന് കൊണ്ടുവന്ന പോലെ അലങ്കരിച്ച രീതിയിൽ ഒരു നബിക്കും അലങ്കരിച്ചിട്ടില്ല. അങ്ങനെ അലങ്കൃതമായ ഒരു വാഹനം ബുറാഖ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ്. ഇടിമിന്നൽ പോലെ അതിശക്തമായ സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനവുമായി
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോവുകയാണ്. എങ്ങോട്ട്? ആദ്യത്തെ യാത്ര ഭൂമിയിലാണ്. ആ യാത്രയാണ് ഇസ്റാ എന്ന് പറയുന്നത്. കഅബാലയം എന്നത് ഭൂമിയുടെ മധ്യമാണ്, അല്ലെങ്കിൽ നഗരങ്ങളുടെ ഉമ്മയാണ്, ഉമ്മുൽ ഖുറയാണ് മക്ക. ആ മക്കയുടെ കേന്ദ്രബിന്ദുവാണ്. അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ആദ്യമായി അള്ളാഹുവിൻ്റെ നബിയായ ആദം നബിയും മലക്കുകളും ഉണ്ടാക്കിയ, പിന്നീട് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പുനരുദ്ധാരണം ചെയ്ത ആദ്യത്തെ മസ്ജിദിൽ നിന്നാണ് യാത്രയുടെ ആരംഭം. ഇനി പോകുന്നത് സ്പേസിലേക്ക് പോകാനുള്ള ടെർമിനൽ എവിടെയാണോ ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചത്, ആകാശ ലോകത്തേക്കുള്ള യാത്രക്ക് ഏറ്റവും ഉപയുക്തമായ നാട് എന്ന് സയന്റിസ്റ്റുകളിൽ പല ആളുകളും വിശ്വസിക്കുന്നത് ജെറൂസലേമാണ്. അവിടെ നിന്നാണ് ഹബീബായ നബി തങ്ങൾ ഖുബ്ബത്തുസ് സഖറ എന്ന് പറയുന്ന മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലുള്ള ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് പുണ്യനബി ആകാശത്തേക്ക് ഉയർന്നത്. ആ ഖുബ്ബത്തുസ് സഖറയുടെ ആ സ്വർണത്തിന്റെ കുബ്ബയുള്ള പള്ളിയുണ്ട്. അഖ്സ പള്ളിയുടെ ഫോട്ടോ കാണുമ്പോൾ ആ സ്വർണ്ണ കുബ്ബയല്ല മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ ഒരു കറുത്ത കുബ്ബയാണ്, ഒരു 100 മീറ്റർ. ആ പള്ളി ഇവിടെയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആ ഒരു പ്ലേ ഏരിയ ആയിരിക്കും മസ്ജിദുൽ അഖ്സ. കുറച്ചും കൂടെ അങ്ങോട്ട്, ആ റോഡിന്റെ അടുത്ത് എന്ന് വിചാരിക്കാം. അത്ര ദൂരമുണ്ട്. ഈ പാറയിൽ നിന്ന് അവിടെ ഹബീബിന്റെ കാലിന്റെ അടയാളമുണ്ട്. നോക്കണം, ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടയാളം മഖാം ഇബ്രാഹിമിലുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോ പിന്നെ മുസ്ലിമീങ്ങളിലെ തന്നെ കുറച്ച് യുക്തി മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടെ ഒന്നും പിന്നെ ചിന്തിക്കാൻ വയ്യ. അല്ല, പാറമ ചവിട്ടി എങ്ങനെ കാലിൽ അടയാളം വരിക? അള്ളാഹുവിനത് പിടിച്ചു വെക്കാൻ പറ്റും. പുണ്യനബിയുടെ കാലിന്റെ അടയാളമുള്ള 2 പാറക്കഷ്ണങ്ങൾ ഉഹദിന്റെ ബാക്കിലുള്ള സിലഅ മലയിൽ നിന്ന് കൊണ്ടുപോയ 2 പാറക്കഷ്ണങ്ങൾ നബിതങ്ങളുടെ കാലിന്റെ അടയാളമുള്ളത് തുർക്കിയിലെ ഇസ്തംബുൾ മ്യൂസിയത്തിലുണ്ട്. അത് കട്ട് ചെയ്ത് കൊണ്ടുപോയതാണ്. അവിടെ നമുക്ക് മദീനത്ത് നിന്ന് കൊണ്ടുപോയതാണ് ഹബീബിന്റെ കാലിന്റെ അടയാളം പതിഞ്ഞത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയായ ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടയാളം അവിടെ പതിഞ്ഞു. ഇത് അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങളാണ്. അമ്പിയാക്കന്മാർക്ക് അത് സാധ്യമാണ്. ഇത് പറഞ്ഞുതരാനാ സുബ്ഹാന അള്ള ചെയ്യിച്ച പണിയാണ്. പിന്നെ അത് എങ്ങനെയെന്ന് ചോദിക്കുന്നത് ഒരു മുസ്ലിമിന് പറ്റില്ല. എന്തേ? അള്ളാഹു ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ടാൽ സമഅൻ വതഅതൻ ലില്ലാഹ്, ഈമാനൻ ലില്ലാഹ് വൻഖിയാദൻ ലിഹുക്മി, അള്ളാഹു പറഞ്ഞതിനെ ഞങ്ങൾ സ്വീകരിച്ചു റബ്ബേ, ഇതാണ് വിശ്വാസി അല്ലേ? ഹബീബായ നബി തങ്ങൾ അതിശക്തമായ ഒരു ദീർഘമായ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു വേഗതയിൽ ബുറാഖിന്റെ മീതെ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി അല്ലാഹു തആല. അന്നവര് 40 ദിവസമെടുത്ത യാത്രയാണ്. ആ യാത്ര രാത്രിയിലെ 1 മണിക്കൂർ സമയത്തിനകം ഏകദേശം. അത് ഭൂമിയിൽ സംഭവിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ട് നടന്നത് പിന്നെ ബോധ്യപ്പെടാൻ തെളിവ് വേണ്ട. അതുകൊണ്ട് ഇസ്രാ അല്ലാഹു വ്യക്തമായി പറഞ്ഞു, മിഅ്റാജ് വ്യംഗ്യമായി പറഞ്ഞു സൂറത്തുൻ നജ്മിൽ. കാരണം ഭൂമിയിൽ നിങ്ങൾക്കറിയുന്ന ഈ ദൂരം എൻ്റെ റസൂല് പോയി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര ഞാൻ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വല്ല പ്രയാസമുണ്ടോ? അതുകൊണ്ടാണ് നജ്മിൽ മിഅ്റാജിന്റെ കഥ അല്ലാഹു പല അർത്ഥങ്ങളുള്ള ആയത്തുകളായി അല്ലാഹു കൊണ്ടുവരാൻ കാരണം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള യാത്രയാണത്. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുമ്പോൾ ജെറൂസലേമിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്, മദീനയിൽ ടച്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. മദീനയിലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഹബീബിന്റെ വഫാത്ത് നടക്കുന്ന ഇടവും ഹബീബിന്റെ ഖബർ ഷരീഫ് വരുന്ന സ്ഥലവും അവിടെയാണ്. അവിടെ ഒന്ന് ഹാൾട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അടുത്ത സ്റ്റോപ്പ് ജെറൂസലേമാണ്. എന്തേ കാരണം എന്നറിയോ? അത് ഈസ നബിയുടെ ജന്മനാടാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ജെറൂസലേമിൽ ടച്ച് ചെയ്തു. എന്നിട്ട് പിന്നെ പോയി നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ അരികത്തുകൂടെ. അവിടുന്ന് പറഞ്ഞു, എന്റെ സഹോദരനും പ്രവാചകനുമായ മൂസ ബിനു ഇമ്രാൻ അലൈഹിസ്സലാം, റഅയ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി. ഖബറിൽ ആരും നിസ്കരിക്കേണ്ടതില്ല, പക്ഷേ അമ്പിയാക്കന്മാർക്ക് നിസ്കാരമുണ്ട്. മൂസ നബി അലൈഹിസ്സലാം അവിടുത്തെ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സ്വഹാബികളെ, നിങ്ങളെങ്ങാനും എൻ്റെ കൂടെ വന്നിരുന്നുവെങ്കിൽ മൂസ നബിയുടെ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ. ഇൻദൽ കസീബിൽ അഹ്മർ,
ആ ചമന്ന കുന്നിന്റെ താഴ്വരയിൽ ഞാനത് കണ്ടു. മൂസ നബി അലൈഹിസ്സലാം ജെറൂസലേമിന്റെ പുറത്താണ് മൂസ നബിയുടെ ഖബറുള്ളത്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുറത്താണ്. തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല, ഒരു 12-15 കിലോമീറ്ററിനകം. അതും കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സയിൽ വരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക, മദീന, ജെറൂസലേം, മൂസ നബിയുടെ ഖബർ, ബൈത്തുൽ മഖ്ദിസ്. 5 സ്റ്റോപ്പുകളാണ്, 5 പോയിന്റുകളാണ്. മക്ക, മദീന, ജെറൂസലേം, ഖബർ മൂസ, ബൈത്തുൽ മഖ്ദിസ്. അവിടെ എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും സുബ്ഹാനയായ പടച്ചവൻ. അപ്പൊ എങ്ങനെയാണ് ചിന്തിക്കണ്ട, അത് അല്ലാഹുവിന് കഴിവുള്ളതാണ്. റൂഹൂതി കൊടുക്കുകയും അവരെ ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുവന്ന് നിർത്തുകയും ഹബീബ നബി തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിക്കുകയും ചെയ്തു 2 റക്അത്ത്. നബി തങ്ങൾക്ക് നിസ്കാരം അപ്പോഴുണ്ട്. നമ്മൾ വിചാരിക്കും ഫർള് കിട്ടുന്നത് ഇപ്പോൾ മേറാജിനല്ലേ, ഇപ്പം തങ്ങൾ എങ്ങനെ നിസ്കരിക്കാൻ? തങ്ങൾ മക്കയിൽ നിസ്കരിക്കുന്നുണ്ട്. സ്വലാത്തു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിസ്കാരം, ഇബ്രാഹിം നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു അറിയോ? റക്അത്താനി 2 റക്അത്തുകൾ സ്വബാഹിൽ, രാവിലെ 2 റക്അത്തും വൈകുന്നേരം 2 റക്അത്തും. അതാണ് ഇബ്രാഹിം നബിയുടെ നിസ്കാരം. ആ നിസ്കാരം നബി തങ്ങൾ മക്കയിൽ തന്നെ നിസ്കരിക്കാറുണ്ട്. ഹബീബ നബി തങ്ങൾ നിസ്കരിച്ചത് 2 റക്അത്ത് തന്നെയാണ് മസ്ജിദുൽ അഖ്സയിലും. അത് ഹബീബ് നിസ്കരിച്ചിരുന്ന നിസ്കാരമാണ്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന എല്ലാ ശരീഅത്തിന്റെയും ഖാതിമുർ റസൂലാണ്. അവരുടെയൊക്കെ നേതാവാണ്, അവർക്ക് മുമ്പിൽ നിൽക്കേണ്ട ആളാണ് നബി തങ്ങളെന്ന് ഹബീബിന്റെ ഇമാമത്ത്. ഹബീബ് ഇമാമാൻ, ബാക്കിയെല്ലാ അമ്പിയാക്കന്മാരും മഅ്മൂമാണെന്ന് പറയാനും മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ വെച്ച് ഏറ്റവും സ്ഥാനമേറിയ അല്ലാഹുവിന്റെ ഒരു ശഈറത്തും മിൻ ശആഇരില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ അടയാളമാണ് എന്ന് പ്രഖ്യാപിക്കലുമാണ് അഖ്സയിൽ നബിയെ കൊണ്ടുവന്നതിന്റെ താല്പര്യങ്ങളിൽ ചിലത്. അത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നു 2 പാനീയങ്ങൾ. ഒന്ന് പാല്, മറ്റൊന്ന് വൈന്, കള്ളായിരുന്നു. ഹബീബ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇഖ്തർ, ചൂസ് വാട്ട് യു വാണ്ട്, അങ്ങേക്ക് വേണ്ടത് നബിയെ തിരഞ്ഞെടുത്തോളൂ. തങ്ങൾ പാലെടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയെ വേണമെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലേ, എന്തും കുടിക്കാലോ എന്ന് ചിന്തിക്കാം. പക്ഷേ നബി തങ്ങൾ ഫിത്റത്ത് നോക്കി. അല്ലാഹുവിന്റെ റസൂലേ, മനുഷ്യരുടെ പ്രകൃതങ്ങളിൽ ഏറ്റവും ശുദ്ധമായ പ്രകൃതമാണ് അങ്ങ് തെരഞ്ഞെടുത്തത്. പാലാണല്ലോ തെരഞ്ഞെടുത്തത്. വൈൻ എന്താ സംഭവം? മുന്തിരിച്ചാറ് മനുഷ്യൻ ചില പ്രോസസ്സ് ചെയ്ത് മത്ത് പിടിപ്പിക്കുന്നതാക്കി മാറ്റിയതാണ്. പാല് ഒന്നും ചെയ്യാതെ അല്ലാഹു തന്ന പാനീയമാണ്, അതിലൊന്നും ചെയ്തിട്ടില്ല. അത് തങ്ങളെടുത്തു. നോക്കണം, മുന്തിരിക്ക് കുഴപ്പമുണ്ടോ? ഇല്ല. മുന്തിരിയുടെ ജ്യൂസിന് കുഴപ്പമുണ്ടോ? ഇല്ല. അത് പിന്നെ കള്ളാക്കി മാറ്റാൻ ഭൂമിൻ്റെ അടിയിലോ അല്ലാതെയോ ഫാക്ടറിയിലോ അതിനെ മദ്യമാക്കി മാറ്റുമ്പോൾ മനുഷ്യന്റെ കൈകടത്തലുകൾ അവിടെ വന്നു. അതുകൊണ്ട് അത് നിഷിദ്ധമായി, മുസ്കിറായി മാറിയപ്പോ. وَمِنْ ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ وَمِنْ ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ رِزْقًا سَكَرًا وَرِزْقًا حَسَنًا. ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നതും നല്ല ഭക്ഷണവും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, മത്ത് പിടിപ്പിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഈത്തപ്പഴം കൊണ്ട് നിങ്ങൾ അച്ചാറിടുന്നുണ്ട്, ഈത്തപ്പഴത്തിന്റെ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഒക്കെ. പക്ഷേ അതിൽ കുറച്ച് വെള്ളം, കുറച്ച് മരുന്നൊക്കെ ചേർത്ത് കള്ളു ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അള്ളാഹു സൂചിപ്പിച്ചു, അത് വേണ്ട. സക്കർ ഹസനല്ല, റിസ്ഖ് ഹസന, അത് നിങ്ങളുടെ ഭക്ഷണമാണ്. മനുഷ്യന്റെ കൈകടത്തലുകളില്ലാതെ ശുദ്ധമായ പ്രകൃതമായി അള്ളാഹു തരുന്നതിൽ നിന്ന് നബിയെ അങ്ങ് സ്വീകരിച്ചല്ലോ, ഏറ്റവും നല്ല തീരുമാനം. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആദ്യത്തെ സെലക്ഷൻ, ചോയ്സ് അവിടുന്ന് മനോഹരമായിരുന്നു. ആകാശ ലോകത്തേക്ക് അവിടുന്ന് പോയ യാത്രയാണ് മിഅ്റാജ്. അറജ തഅറുജുൽ മലായികതു വറൂഹ്. ആകാശ ലോകത്തേക്ക് മനുഷ്യൻ കുത്തനെ പോകുമ്പോൾ 2 പദപ്രയോഗങ്ങളുണ്ട് അറബിയിൽ. ഒന്നുകിൽ സ്വഇദ,
ലിഫ്റ്റിന്റെ ഒക്കെ മുമ്പിൽ അറബിയിൽ മിസ്അദ് എന്ന് എഴുതിയിട്ടുണ്ട്. മക്കത്തൊക്കെ പോകുമ്പോൾ കാണൂലേ മിസ്അദ്, ലാ തസ്തഖ്ദിമിൽ മിസ്അദ് ഫി ഹാലത്തിൽ ഹരീഖ്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കരുത്, കോണിപ്പടിമ കൂടെ ഇറങ്ങി ഓടണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോൾ ശ്രദ്ധിക്കൂല. അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ ലിഫ്റ്റിൻ്റെ അടുത്തും ഉണ്ടാവും അത്. അതിൻ്റെ വിറ്റെന്താ വെച്ചാൽ തീപിടുത്തം ഉണ്ടായ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയും പോകല്, അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം, ഫയർ സിസ്റ്റങ്ങൾ അങ്ങനെയാണ്. എന്നാലും എഴുതി വെക്കും, ഇനി ലിഫ്റ്റിൻ്റെ ഉള്ള കാര്യം നോക്കണ്ട, കോണിപ്പടിമ കൂടെ ഓടിയാൽ മതി. 100, 150 എന്താ പറയുക 50 നിലകളുള്ള കെട്ടിടത്തിൽ നിന്ന് ഇറങ്ങിയാൽ പിറ്റേന്നല്ലേ താഴ്ത്താൻ പറ്റുള്ളൂ, അതിനിടയ്ക്ക് കുത്തിമറിഞ്ഞ് വീഴൂലേ. അതൊക്കെ ഒരു വർത്താനം എന്നാ പറയാ. ഫ്ലൈറ്റിലൊക്കെ ഞാൻ വന്നത് എക്സ്പ്രസ്സിനാ, റബ്ബേ ഇങ്ങനെ പെയിന്റ് പോയി പൊട്ടിപ്പൊളിഞ്ഞൊരു വാഹനം. ഞാൻ ആലോചിക്കും പൈലറ്റുമാർ എന്ത് ധൈര്യത്തിൽ അതിലൊക്കെ കയറിയിരിക്കണത്. നമ്മൾ പിന്നെ കുടുങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് പോവാ, അവർക്ക് വേറെ ജോലി നോക്കി പോയിക്കൂടെ.